വാട്സാപ്പിൽ ഫാമിലി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് മുതലേ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചർച്ചയാണ് ഫാമിലി ട്രിപ്പിന്റെ കാര്യം. ഒരിക്കലും നടക്കാത്ത ട്രിപ്പിന്റെ അപാരമായ പ്ലാനിംഗ് ഒക്കെ നടക്കാറുണ്ടെങ്കിലും ഇന്ന് വരെ പോക്ക് നടന്നിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം കുട്ടിമാമന്റെ ഒരു കോള് വന്ന് വരുന്ന വെള്ളിയാഴ്ച വയനാട് പോകുന്നുണ്ടെന്നും ഒരു കാരണവശാലും ദിവസം മാറ്റൂലെന്നും കൂടെ വരുന്നവർക്കൊക്കെ പോരാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന തലേ ദിവസം വിവരം അറിഞ്ഞതുകൊണ്ടും ആലോചിക്കാൻ വേറെ സമയമില്ലാത്തത് കൊണ്ടും ചാടിക്കയറി ഞങ്ങളും യെസ് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്ക്. വയനാട് ചുറ്റിക്കാണാനോ കറങ്ങാനോ ഒന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഒരു റിസോർട്ട് എടുക്കുന്നു, ഒരു നീള ദിവസം രാവിലെ മുറ്റയടിക്കാതെ, അടുക്കളയിലെ പാത്രങ്ങളോട് കലയിക്കാതെ, തുടക്കാൻ മോപ്പും കൊണ്ട് ഓടാതെ, പാത്രങ്ങൾ കഴുകാതെ, എല്ലാം മറന്ന് ഉമ്മമാരെയും വല്യമ്മമാരെയും കൊണ്ടൊരു ഒത്തുകൂടല്. സ്കൂള് പൂട്ടി പണ്ട് തറവാട്ടിലേക്ക് ബാണ്ടക്കെട്ടുമായി പോകുമ്പോഴേ അന്നൊക്കെ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. സമപ്രായക്കാരെ കസിൻസിനെയൊക്കെ കാണാം, കൂടെ കളിക്കാം, നേരം വെളുക്കും വരെ സൊറ പറഞ്ഞിരിക്കാം. പാതിരാത്രി ആയാലും ഉറങ്ങാതെ വരുമ്പോഴേ പോയി കിടന്നുറങ്ങു പെണ്ണുങ്ങളെ എന്ന് വല്യമാന്റെ ചീത്തവിളിയും കേൾക്കും. ഡാൻസും ഒപ്പനയും കുളിയും കളിയും ഒക്കെയായി ഒരു രാത്രിയും ഒരു പകലും അങ്ങ് പോയപ്പോഴേ ഞങ്ങളുടെ കൂട്ടത്തിലും ഡാൻസ് മാസ്റ്റർ വിക്രമും ശോഭനയും യേശുദാസും ചിത്രയും ഒക്കെ ഉണ്ടെന്ന നഗ്നസത്യം ഞങ്ങളന്ന് മനസ്സിലാക്കി. ഒട്ടും മതിയാവാതെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഫോഗ്ലാൻഡ് വിടുമ്പോൾ തിരിച്ചു പോകാൻ തന്നെ തോന്നുന്നില്ലെന്ന് ഉമ്മമാര് പറയുന്നുണ്ടായിരുന്നു. കാണാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സലാം ചൊല്ലി പിരിയുമ്പോഴേ ഒരു വർഷം ഒരു തവണയെങ്കിലും ഇങ്ങനൊരു യാത്ര പോകണമെന്ന് ഉറപ്പിച്ചാണ് ബസ് ഇറങ്ങിയത്.